ചാള, അയില, ചെമ്മീൻ, ഞണ്ട്, നങ്ക, തട, പരവ, കണ്ണാത്തി, കുട്ട, മറ്റവര, തോമര, കുഴവ, നാരൻ, തെള്ളി, ചൂടാൻ, പുറാത്തിലെ വെള്ളത്തെ പ്രാഞ്ഞിന് മുള്ള, മുള, കണമ്പ്, കരുവി, കക്കാറച്ചു, നാരൻ, കാര, കേര, ചൂര, അതൊന്നുമില്ല. എന്തായാലും മീൻ മേടിക്കാൻ രാവിലെ വന്നിരിക്കുവാണല്ലേ? മീൻ രാവിലെ മേടിക്കും. 8:30 തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ രാവിലെ പോകുന്നത്. ഇപ്പൊ എവിടുന്നാ മേടിച്ചോണ്ടിരിക്കുന്ന നിലവിൽ? ഞങ്ങള് വീട്ടിൽ വരും, വീട്ടുകളിൽ കൊണ്ടുവരും, മേടിക്കും. അല്ലെങ്കിൽ അമ്മാര് നമുക്ക് ഇങ്ങനെ പോകുന്നു. നിങ്ങള് പൂതക്കുളം ചന്തയിലൊക്കെ സ്ഥിരമായി കാണുന്നവരാണ്. അപ്പൊ പുത്തങ്കുളത്തോട്ട് ഇങ്ങോട്ട് പുത്തങ്കുളത്ത് സ്ഥിരം കണ്ട ഇപ്പൊ ചന്തയിലാണെന്നാണ് നമ്മളിവിടുത്തെ ചന്തക്കാരാണ്. ചന്തക്കാണ് സ്ഥിരം ഇവിടെ വരുന്നവരാണ്. പണ്ടേ ഇവിടെ വരുന്നു. വരവരാണുങ്ങളും അഞ്ചേങ്ങിലുള്ള പെണ്ണുങ്ങളും നമ്മളഞ്ചേങ്ങിന്ന് 3 പേര് വരുമായിരുന്നു ഇവിടെ. പിന്നെ പല ഊരിൽ ഇഷ്ടം പോലെ വണ്ടികളും മീനൊക്കെ വരുമായിരുന്നു. അങ്ങനെ വിറ്റിരുന്നപ്പോഴത്തേക്ക് ചന്ത പൊളിഞ്ഞു. അതോടെ നമ്മൾ വേറെ മാറിപ്പോയി. ആളുണ്ടെങ്കിൽ പോകും, അല്ലെങ്കിൽ പോകും. ഇന്നിപ്പോ എന്തൊക്കെ മീനുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഇവിടെ എല്ലാ മീനും ഉണ്ട്. കൊഴിയാളയുണ്ട്, അയലയുണ്ട്, ചെമ്പല്ലി കൊരയുണ്ട്, വേളാപ്പരയുണ്ട്, നീല മീനുണ്ട്, നത്താലുണ്ട്, കൊഞ്ചുണ്ട്. ജീവനുള്ള സാധനം, ജീവനുള്ളത്. എന്തുകൊണ്ട് പുതിയ ഉദ്ഘാടനം ചെയ്യുവാണല്ലോ? ഇന്ന് ഉദ്ഘാടനമാണ് 9 മണിക്ക്. അതിനാണ് വേണ്ട 5 എണ്ണം 50 രൂപ അയില. മറ്റിടത്ത് 8 എണ്ണം ഉണ്ടല്ലോ 50 രൂപ. അത് കാണും, കഴിയണം. ചൂര 5 എണ്ണം 50 രൂപ. 5 എണ്ണം 50 രൂപ. എല്ലാ ഐറ്റവും വെക്കാണ്. പുത്തങ്കുളം മാർക്കറ്റ് ഒരു 3 കൊല്ലമായിട്ട് പ്രവർത്തനരഹിതമായിട്ട് കിടന്നതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും കൂടെ ഒരു അഭിപ്രായത്തോടു കൂടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് 9 മണിക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ പുനഃപ്രവർത്തനം ആരംഭിക്കുകയാണ്. എല്ലാ നാട്ടുകാരും എല്ലാവരും വന്ന് നമ്മുടെ ഈ ചന്തയായി വിൽക്കാനും മേടിക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും കൊണ്ട് എല്ലാവരും എത്തി ഇത് ചന്ത നമുക്ക് പഴയ പ്രൗഢിയിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും സഹായിക്കണമെന്നാണ് എനിക്ക് പറയാം. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിക്കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം ഈ ചന്തയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം, അതായത് റീ ഓപ്പണിംഗ് നടക്കും. അതിനുശേഷം എല്ലാ ദിവസവും 8:30 മുതൽ ഈ ചന്ത പ്രവർത്തനം ആരംഭിക്കും. 8:30 മുതൽ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കാനാണ് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലുള്ള പൊതുയോഗത്തിൽ ധാരണയായത്. ഇവിടെ 10 മണിക്കുള്ള ചന്തയെന്ന് വെച്ചാൽ ഭയങ്കരമായ ജനങ്ങളായിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ചന്ത ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. നല്ല ബിസിനസ്സും നല്ല മീനും നല്ല മലക്കറികളും മറ്റുള്ള എല്ലാ നിത്യോപകരണ സാധനങ്ങളും ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങള് പിന്നെ മുതലാളിയൊക്കെ പറഞ്ഞു തൊഴിലാളികളെ വേണമല്ലോ. ലാഭം വേണ്ട, അങ്ങനെ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ചന്ത വിജയിക്കത്തുള്ളൂ. ഈ മാർക്കറ്റില് ഇന്ന് തന്നെ നല്ല ജനപങ്കാളിത്തമുണ്ട്. ഇത് മുന്നോട്ട് കൊണ്ടുപോയി പഞ്ചായത്തിനും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന കാലഘട്ടങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ പഞ്ചായത്തിനും വരുമാനം ഉണ്ടാക്കാൻ കഴിയും. സ്ഥലത്തിന്റെ മാറ്റവും പുത്തങ്കുളം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പഴവൂർ പാരിപ്പള്ളി റോഡിൽ പ്രധാനപ്പെട്ട ഒരു പ്രദേശമായ പുത്തങ്കുളത്തിനും അതനുസരിച്ച് മാറ്റം ഉണ്ടാവും. 4 മാസം മുമ്പ് പുത്തങ്കുളത്തുള്ള അരിയുടെ ജൂവൽ വിഷൻ ചാനല് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം വളരെയേറെ ഗുണകരമായി മാറിയിട്ടുള്ളതുമാണ്. ആ ചാനലിന്റെ ആ പ്രവർത്തനം എല്ലാ ഉദ്യോഗസ്ഥ മേഖലയിലും എല്ലായിടത്തും എത്തിച്ചേരുകയും അതിൽ നിന്നും ഒരു മാറ്റമുണ്ടാവുകയും ചെയ്തു. മാർക്കറ്റ് ഇത്തരത്തിൽ തുറന്ന് പ്രവർത്തിക്കാൻ സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും, ഇവിടുത്തെ ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിച്ചു. അടഞ്ഞു കിടന്നിരുന്നൊരു ചന്തയാണ് ഇപ്പൊ തുറക്കുന്നതിൽ വളരെ സന്തോഷം. ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വന്ന് മീൻ മേടിക്കാനും ഉള്ള വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികൾ വിൽക്കാനും എല്ലാത്തിനും വളരെ സൗകര്യമായി. നമ്മുടെ പ്രദേശത്ത് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കോവിഡിന്റെ അടച്ച മാർക്കറ്റ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും നാട്ടുകാരുടെയും സഹായത്തോടെ ഇന്ന് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ധാരാളം മീനും നമ്മുടെ പ്രദേശവാസികളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ ഈ മാർക്കറ്റിന് വേണ്ടി ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പൂർവ്വ ശക്തിയോട് കൂടി ഈ ചന്ത സുഗമമായി നടത്തുന്നതിന് നാട്ടുകാരുടെ എല്ലാവിധ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ്. അതിന്റെ പുനഃപ്രവർത്തന നടപടിയിലേക്ക് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉദ്ഘാടനത്തോടുകൂടി നടക്കുന്നതാണ്. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഇതിനാൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാ നാട്ടുകാരും ഈ മാർക്കറ്റിലെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ഈ മാർക്കറ്റിന്റെ വിജയത്തിന് വേണ്ടി എല്ലാ നാട്ടുകാരും പങ്കെടുക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാ ആൾക്കാരും ഇതിൽ സഹകരിക്കണമെന്ന്
അഭ്യർത്ഥിക്കുന്നത്. കോവിഡിന് ശേഷം നമ്മുടെ ചന്ത പ്രവർത്തിക്കാതിരിക്കുകയാണ്. പലതവണ ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു സഹായത്തോടുകൂടി ഇന്ന് നടന്നിരിക്കുകയാണ്. അപ്പൊ തുടർന്നും ഇതിനേക്കാൾ വലിയ സഹകരണത്തോടെ, അതായത് കുറെ കൂടി മീനും പച്ചക്കറികളും ഒക്കെ ഇവിടെ എത്തിച്ച് ചന്ത വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുക എല്ലാ നാട്ടുകാരുടെയും സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഈ നാട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാർക്കൊപ്പം ഞാനും ഉണ്ടാവും. എന്ത് സ്ഥാനം കഴിഞ്ഞാലും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഞാൻ ഈ അമ്മയ്ക്ക് ഒതുക്കുകയാണ് എനിക്ക് ഈ കണ്ടാ മീൻ എടുക്കട്ടെ ആ ഇത് നോക്ക് എടുക്കട്ടെ. കണ്ടിക്കണോ സാറേ? വേണ്ട, പെണ്ണുപിള്ള കണ്ടിച്ചോളൂ. ആ പെണ്ണുപിള്ള കണ്ടിക്കാൻ പിടിക്കാണെങ്കിൽ മറിയ കണ്ടിക്കണില്ലേ? ഒഞ്ഞോട്ടെ സാറേ. അതിലുണ്ട്, ചൂലുണ്ട്. അപ്പൊ ഈ ചന്ത വന്ന വലിയ സൗകര്യമായിരുന്നു. എന്നിട്ട് മീൻ മേടിച്ചു ചൂര. എന്ത് മീൻ കിട്ടിയെന്ന ഇത് പ്രസന്റ് വാങ്ങി തന്നതാണല്ലേ? ശരി ശരി, കൊണ്ട് വറുത്തരച്ച് വെക്കണേ. ചൂരയാണോ വറുത്തരച്ച് വെച്ച? എങ്ങനെയുണ്ട് കൂത്തംകുളം ചന്ത? ഇന്ന് എന്ത് മീനാണ് വാങ്ങിയത്? ചൂണ്ടക്കോര. ആ, നല്ല മീനുകളൊക്കെ വന്നിട്ടുണ്ടോ? ഫ്രഷ് മീനുകളാണോ? ഒഴിവറിയുന്ന ഇവിടെ വന്നോ മീൻ മേടിക്കും? മീൻ മേടിച്ചോ? എന്ത് മീനൊക്കെ മേടിച്ചെന്ന്? പീര മേടിച്ച്, അയല മേടിച്ച്, ഇന്ന് നെത്തോലി മേടിച്ച്, അതുപോലെ തന്നെ നമ്മുടെ കോര മേടിച്ച്. കൊണ്ടുപോവാ നാടൻ മേടിച്ച പുളിമുളക് വെക്കാതെ ഞാൻ കൂടെ 150 രൂപ മീനൊക്കെ 100 രൂപ, കൊഞ്ച് 50 രൂപ. ഇതൊക്കെ ഫ്രഷ് പിടിച്ച് വീഡിയോ ജീവനുള്ള സാധനം, ജീവനുള്ളത്. പൂതക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള പുത്തൻകുളം പൊതുമാർക്കറ്റിന്റെ പ്രവർത്തനം ഇന്ന് പുനരാരംഭിച്ചിരിക്കുകയാണ്. വളരെ ശ്രമഫലമായാണ് ഈ മാർക്കറ്റിന്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് വ്യാപകമായ പ്രചരണവും മറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വർഷം മാർച്ച് വരെ ഈ മാർക്കറ്റ് സൗജന്യമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആർക്കും തന്നെ പ്രത്യേക ഫീസോ ഒന്നും ചുമത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കച്ചവടക്കാർക്കും ഇവിടെ വന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർഷകരുടെ വിപണി ഇവിടെ താമസിയാതെ തന്നെ ഒരുക്കുന്നുണ്ട്. അവർക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അതുപോലെ കുടുംബശ്രീ പ്രവർത്തകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഓണത്തോടനുബന്ധിച്ച് തന്നെ നമ്മൾ കുടുംബശ്രീയെയും കർഷകരെയും ഉൾപ്പെടുത്തി ഒരു വലിയ ഒരു വിപണി ഇവിടെ ഒരുക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും, എല്ലാ ബഹുമാനപ്പെട്ട നാട്ടുകാരും കച്ചവടക്കാരും ഒക്കെ ഈ മാർക്കറ്റിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്നും അതുപോലെ ശുചിയായി സൂക്ഷിക്കണമെന്നുമാണ് ഈ സന്ദർഭത്തിൽ പഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. പൂർണ്ണമായിട്ടും കഴിഞ്ഞ 4 വർഷമായിട്ട് അടഞ്ഞിടുന്നൊരു മാർക്കറ്റാണിത്. ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നത് 4 വർഷം ആവാറായപ്പോഴും നമ്മൾ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇവിടെ ഒരു കമ്മിറ്റി വിളിക്കുകയും അതിന്റെ ഫലമായിട്ട് പുതിയ മാർക്കറ്റ് ഇന്ന് ഉദ്ഘാടനം പൂതക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി അമ്മിണിയമ്മ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് നമ്മുടെ ഈ മീൻ കച്ചവടം, മത്സ്യ കച്ചവടവും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കാനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓണം വരുന്നു, ഓണച്ചന്തയും എല്ലാം ഇവിടെ നല്ല രീതിയിൽ നടക്കണമെന്നാണ് തന്നെയാണ് നമ്മളുടെ എല്ലാ ആഗ്രഹം. പ്ലാസ്റ്റിക് കവറുകളിൽ ഇന്ന് ഇപ്പം ഒരുപാട് പേര് പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ അടുത്തെല്ലാം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി തന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കണം. ഈ ഇന്ന് കൊണ്ടുവന്ന കവറുകൾ നിങ്ങളത് ശുചിയാക്കിയിട്ട് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറണമെന്നും അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സൗകര്യമായി, പെട്രോൾ ലാഭമായി, സമയ ലാഭം, പെട്രോൾ ലാഭം, പൈസ ലാഭം, എല്ലാം നടക്കട്ടെ. മേടിക്കാനായിട്ട് വന്നതാണ്. കവറില്ല, പ്ലാസ്റ്റിക് ഇല്ല, തുണിയാണ് തുണി. ഇത് കടലിൽ കൊച്ചി. ഏത് കടലിൽ? നമ്മുടെ കടലിലാണ്. ശരി. നിങ്ങൾക്കാണ് ലാഭം, നമുക്ക് ഇന്ന് ലാഭം വേണ്ട. 300 വേണ്ടേ? ഇന്ന് കറക്റ്റായിട്ട് തിരക്കിയപ്പോഴത്തേക്ക് നമ്മളെ ജോയിനേക്കാളും പ്രായമുണ്ടെന്നാണ് പറയുന്നത് ചന്തയ്ക്ക്. പണ്ട് ഈ തേങ്ങാപ്പൂളൊക്കെ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഈ കാലത്ത് ഈ തേങ്ങാപ്പൂൾ കച്ചവടം നടക്കത്തില്ല. അല്ലെങ്കിൽ കച്ചവടം, തേങ്ങാപ്പൂള് കച്ചവടം ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നൊക്കെ ചന്ത തുടങ്ങിയ നാടിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ വരും, എല്ലാവരും ചെയ്യാൻ കടകളിൽ കച്ചവടം നടക്കും. അതാണ് ഇവിടെ മൊത്തം ആളായിരുന്നു. ചിറക്കര, ഉടനാട് തൊട്ടും മീനമ്പലം തൊട്ടും പൂതക്കുളം. മീൻകാർ വന്നാൽ അവർ 100 രൂപ 50 രൂപ വാടക വേണം. അങ്ങനെയൊക്കെയാണ്
ഇനിയെങ്കിലും അതൊന്നും ഇല്ല. ഇപ്പം ഒരു വർഷത്തേക്ക് വാടകയില്ല പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നു വിചാരിക്കും. ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഓടിക്കോളും. അതാണ്. ഇവിടെ ഇന്ന് രാവിലെ 9 മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ 9:45 ആയപ്പോഴേക്കും ഒരുമാതിരി ആൾക്കാരൊക്കെ വന്ന് മീനൊക്കെ വാങ്ങി ഏകദേശം ചന്ത പിരിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും പുത്തൻകുളംകാർക്ക് ഇനി മറ്റെങ്ങും പോവാതെ ഇവിടെ നിന്ന് വാങ്ങാനുള്ള മത്സ്യങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും മറ്റുൽപ്പന്നങ്ങളും വാങ്ങാനും വിൽക്കാനുമുള്ള ഒരവസരമാണ് ഇന്നത്തോടുകൂടി വീണ്ടും തുറന്നു നൽകിയിരിക്കുന്നത്. ഇതിനു മുന്നിൽ പ്രവർത്തിച്ച പഞ്ചായത്ത് അധികൃതർക്കും രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. ജുവൽ ജംഗ്ഷന്റെ ഭാഗത്തു നിന്നും താങ്ക് യു. അയല, മത്തി, ആവോലി, നെത്തോലി, കണ്ണാർ, കല്ലുകടിയൻ, കാല, കിളിമീൻ, പറവ, ശീലാവ്, വാള, വരാൽ, കോലൻ, കൂരി, കാരി, കണവ, ചെമ്മീൻ, നത്തൽ, കൊഴുവ, സേറ്റുവ, കൊടുവ, മീല, തിരുത്തക്കൊടിയൻ, ഓലക്കൊടിയൻ, ചിണ്ട, ഈല, ഊല്, പിലാഞ്ചൻ, കാല, കെറ്റലാത്തോപ്പ്, പൂമീൻ, കുറിച്ചി, പള്ള, കോഴിമീൻ, നവര, റാണി, ഉണ്ണിമേരി, കണ്ടം, പീയട, ഞണ്ട്, തൊണ്ടി, അവനൂസ്, വരഞ്ചില്, കാടുവ, ഇരി, ചിങ്ങവാലി, കാറ്, ഡിസ്കോ, ഒബാമ, വിടയൻ, മുറിഞ്ഞമീൻ, പുളുവ, മനക്കം, കാർപ്പൻ, കണ്ണമ്പു, ചെമ്മയും, മണ്ട, കെളിരും, മാന്തൽ, പള്ളിപ്പുമി, പൊടിമീൻ.